ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 56-ാമത്തെ ദശകം നോക്കാം. കാളിയ ഗർഭശമനവും ഭഗവത് അനുഗ്രഹവും. ഒന്നാമത്തെ ശ്ലോകം. രുചിരകമ്പിത കുണ്ടലമണ്ഡല സുചിരമീശ നനർത്തിത പന്നകേ അമരതാടിത ദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയവ്വതേ. പദമുറിച്ച് പറയാം. രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരം ഈശ നനർത്തിത പന്നകേ അമര താടിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവത യവ്വതേ. ഈശ ഗുരുവായൂരപ്പ, വിയതി ദൈവത യവ്വതേ. ആകാശത്തിലെ ദേവസ്ത്രീകള് അമര താടിത ദുന്ദുഭി, ദേവന്മാർ കൊട്ടുന്ന പെരുമ്പറയുടെ ശബ്ദത്തിനനുസരിച്ച് സുന്ദരം ഗായതി, മനോഹരമായിട്ട് ഗാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രുചിരകമ്പിത കുണ്ടല മണ്ഡല, മനോഹരമായി ഇളകിക്കൊണ്ടിരിക്കുന്ന കർണാഭരണങ്ങളുമായിട്ട് ഭഗവാൻ പന്നകേ സുചിരം നനർത്തിത, പാമ്പിന്മേൽ കാളിയൻ്റെ പത്തികളിൽ വളരെ നേരം നൃത്തം ചെയ്തു. ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തിൽ ദേവന്മാരെ ഭംഗിയായി പെരുമ്പറ കൊട്ടുന്നുണ്ട്. ആ പെരുമ്പറയുടെ ധ്വനിയോട് ചേർന്ന് ഒരു പ്രത്യേക താളലയത്തോടു കൂടിയിട്ട് ദേവസ്ത്രീകൾ മനോഹരമായിട്ട് പാട്ടുപാടുന്നുണ്ട്. ആ സമയത്ത് ഭഗവാന്റെ മനോഹരമായ മകരകുണ്ടലങ്ങൾ അതിമനോഹരമായിട്ട് അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ കാളിയൻ്റെ പത്തികളിൽ നിന്നുകൊണ്ട് ഭഗവാൻ വളരെ നേരം ആസ്വദിച്ച് ആനന്ദിച്ച് നൃത്തം ചെയ്തു. ഇനി രണ്ടാമത്തെ ശ്ലോകം. നമതിയദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരതാകരതാള മനോഹരം. ഹരേ ഗുരുവായൂരപ്പ, അമുഷ്യ ഇവൻ്റെ ഈ കാളിയൻ്റെ യഥയഥ ശിരഹ, ഏതേത് ശിരസ്സാണോ നമതി താഴുന്നത്, തത് പരിവിഹായ അതിനെ വിട്ടിട്ട്, ഉന്നതം ഉയർന്ന ആ ശിരസ്സിനെ പദപങ്കരുഹ പരിമഥൻ പാതാരബിന്ദം കൊണ്ട് നല്ലതുപോലെ ചവിട്ടി മെതിച്ചുകൊണ്ട് കരതാള മനോഹരം കൈകൊണ്ട് താളം പിടിച്ച് മനോഹരമായിട്ട് ചിരം ബഹരതാഹ വളരെ നേരം നൃത്തം ചെയ്തു. ആ സുന്ദരമായ നയനാനന്ദകരമായ ആ നൃത്തം എങ്ങനെയായിരുന്നു എന്ന് മേൽപ്പത്തൂരി ശ്ലോകത്തിൽ പറയുകയാണ്. ഭഗവാൻ ഏത് പത്തിയിലാണോ ചവിട്ടുന്നത് ആ പത്തി താഴും. അപ്പോൾ ആ പത്തി വിട്ടിട്ട് കാളിയൻ്റെ ഉയർന്നു നിൽക്കുന്ന വേറൊരു പത്തിയിൽ ഭഗവാൻ ചവിട്ടും. അങ്ങനെ ഏതേത് ശിരസ് താഴുന്നുവോ അതിനെ വിട്ടിട്ട് ഉയർന്ന ശിരസ്സിൽ പാതാരബിന്ദത്തെ വയ്ക്കും. ഇതിനിടയ്ക്ക് മധുരമായിട്ട് നൃത്തം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ കാളിയൻ്റെ ഓരോ ശിരസ്സിലും ചവിട്ടി മെതിച്ചുകൊണ്ട് കാലുകൊണ്ട് കാളിയൻ്റെ ശിരസ്സിലും കൈകൊണ്ട് ദേവന്മാരുടെ ദുന്ദുഭിനാദത്തിനനുസരിച്ച് താളലയത്തോടു കൂടിയിട്ട് അതിമനോഹരമായിട്ട് ഭഗവാൻ അങ്ങനെ നൃത്തം ചെയ്യാണ്. അടുത്ത മൂന്നാമത്തെ ശ്ലോകം. ത്വദവ ഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിത ശോണിത പാദസി പണിപദാവസീദതി സന്നദാഃ തദബലാസ്തവ മാധവ പാദയോ. പദമുറിച്ച് പറയാം. ത്വത് അവഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിത ശോണിത പാദസി
ഫണിപദൗ അവസീദതി സന്നദാഃ തത് അബലാഃ തവ മാധവ പാദയോഃ. ഹേ മാധവ, അല്ലയോ ലക്ഷ്മീപതിയായ ഭഗവാനെ, ഫണിപദൗ നാഗരാജാവായ കാളിയൻ, ത്വത് അവഭഗ്ന വിഭുഗ്ന ഭണാഗണേ, അവിടുന്ന് ചവിട്ടി മർദ്ദിച്ചതുകൊണ്ട് എല്ലാ പത്തികളും താഴ്ന്നവനും, ഗളിത ശോണിത ശോണിത പാദസി, രക്തം ഛർദ്ദിച്ച കാളിന്തിയിലെ വെള്ളമെല്ലാം തുടിപ്പിച്ചവനുമായിട്ട് ക്ഷീണിച്ച് തളരവേ, അവസീദതി ക്ഷീണിച്ച് തളർന്നപ്പോൾ, തത് അബലാഃ തവ പാദയോഃ സന്നദാഃ, കാളിയ പത്നിമാര് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഗുരുവായൂരപ്പ, നാഗരാജാവായ കാളിയനെ ചവിട്ടി മെതിച്ചപ്പോൾ എല്ലാ പത്തികളും താഴ്ന്ന് രക്തം ഛർദ്ദിച്ച് കാളിന്തിയിലെ വെള്ളം മുഴുവൻ ചുവന്ന് തുടുത്തു. അങ്ങനെ ആ കാളിയൻ ക്ഷീണിച്ച് തളർന്നു നിൽക്കുന്ന സമയത്ത് കാളിയ പത്നിമാര് അങ്ങയുടെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ചു. അടുത്ത 4-ാമത്തെ ശ്ലോകം. അയി പുരൈവ ചിരായ പരിശ്രുത ത്വദനുഭാവ വിലീന ഹൃദോഹിതാം മുനിഭിരപ്യനവാപ്യ പഥൈസ്തവൈർനുനുപുരീശ പവന്തമയന്ത്രിതം. പദം മുറിച്ച് പറയാം. അയി പുരാ ഏവ ചിരായ പരിശ്രുത ത്വത് അനുഭാവ വിലീന ഹൃദഃ ഹി താഃ മുനിഭിഃ അഭി അനവാപ്യ പഥൈഃ സ്തവൈഃ നുനുവുഃ ഈശ ഭവന്തം അയന്ത്രിതം. അയി ഈശ, അല്ലയോ ഗുരുവായൂരപ്പ, താഹ അവര്, ആ നാഗപത്നിമാര്, മുനിഭിഃ അഭി മുനിമാർക്ക് പോലും, അനവാപ്യ പഥൈഹി പ്രാപിക്കാൻ സാധിക്കാത്ത ആ മാർഗത്തിലൂടെ എന്ന് പറയുമ്പോൾ സ്തവൈഹി ആ സ്തോത്രങ്ങളെ കൊണ്ട്, മുനിമാർക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്ത മാർഗമായ സ്തോത്രങ്ങളെ കൊണ്ട് ഭവന്തം അങ്ങയെ, അയന്ത്രിതം നുനുവുഹു അനർഗളമായിട്ട് സ്തുതിച്ചു. പുരാ ഏവ പണ്ട് തന്നെ, ചിരായ വളരെ കാലമായിട്ട്, പരിശ്രുത ത്വത് അനുഭാവ വിലീന ഹൃദഃ നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കിയിരുന്ന ഭഗവാന്റെ മഹാത്മ്യം കൊണ്ട് ചിത്തം ആർദ്രരൂപമായ ഭക്തി നിറഞ്ഞ ഹൃദയമുള്ളവരാകുന്നുവല്ലോ. വിലീന ഹൃദഃ ഹി ഭക്തി നിറഞ്ഞ ഹൃദയമുള്ളവരാകുന്നുവല്ലോ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചതിന് ശേഷം ആ നാഗപത്നിമാര് മുനിമാർക്ക് പോലും അപ്രാപ്യമായ മാർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്തോത്രങ്ങളെ കൊണ്ട് അങ്ങയെ അയന്ത്രിതം നുനുവുഹു അനർഗളമായിട്ട് സ്തുതിച്ചു. ഇവിടെ മേൽപ്പത്തൂര് പറയുകയാണ്, അതിലിപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആകെ നാഗപത്നിമാര് പണ്ട് മുതൽക്ക് തന്നെ വളരെ കാലം ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കിയവരല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പ, അതുകൊണ്ട് തന്നെ അവര് ഭക്തി നിറഞ്ഞ് ചിത്തം ആർദ്രമായവരാണല്ലോ. അപ്പോൾ എന്താണ്, ഭക്തി വർദ്ധിക്കും തോറും ചിത്തം ആർദ്രമാകും. ഇനി 5-ാമത്തെ ശ്ലോകം. ഫണിവധൂഗണ ഭക്തി വിലോകന പ്രവികസത്കരുണാകുലചേതസാം ഫണിപതിർഭവദാച്യുത ജീവിതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത്. പദം മുറിച്ച് പറയാം. ഫണിവധൂഗണ ഭക്തി വിലോകന പ്രവികസത് കരുണ ആകുല ചേതസ ഫണിപതിഃ ഭവത അച്യുത ജീവിതഃ ത്വയി സമർപ്പിതമൂർത്തിഃ അവാനമത്. അച്യുത, നാശരഹിതനായ ഗുരുവായൂരപ്പ, ഫണിവധൂഗണ ഭക്തി നാഗപത്നികളുടെ
ഭക്തി വിലോകന കണ്ടിട്ട്, നാഗപത്നികളുടെ ഭക്തി കണ്ടിട്ട് പ്രവികസത് വർദ്ധിച്ചു വരുന്ന കരുണ ആകുല ചേതസ കരുണ കൊണ്ട് തുടിക്കുന്ന ഹൃദയത്തോടുകൂടിയ ഭവത അങ്ങയാൽ ജീവിക്കപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടിയ ഭണിപതിഹി നാഗരാജാവായ കാളിയൻ ത്വയി സമർപ്പിതമൂർത്തിഹി അവാനമത് അങ്ങയില് സ്വയം സമർപ്പിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അപ്പോൾ നാഗപത്നിമാരെ അങ്ങനെ സ്തുതിച്ചപ്പോൾ നാഗപത്നികളുടെ ഭക്തി കണ്ടിട്ട് വർദ്ധിച്ചു വരുന്ന കാരുണ്യം കൊണ്ട് തുടിക്കുന്ന ഹൃദയത്തോടുകൂടിയ ആ ഭഗവാൻ, മരണത്തിൽ നിന്ന് രക്ഷിച്ച ആ നാഗരാജാവ് ഭഗവാനിൽ സ്വയം സമർപ്പിച്ച് അവാനമത് സാഷ്ടാംഗം നമസ്കരിച്ചു. ഇനി 6ാമത്തെ ശ്ലോകം. രമണകം വ്രജവാരിധി മധ്യകം ഫണിരിപുർന കരോതി വിരോധിതാം ഇതി ഭവദ്ഭജനാന്യതിമാനയൻ ഫണിപതിർനിരഗാതുരഗൈ സമം. പദമുറിച്ച് പറയാം. രമണകം വ്രജ വാരിധി മധ്യകം ഫണിരിപുഹു ന കരോതി വിരോധിതാം ഇതി ഭവത് വചനാനി അതിമാനയൻ ഫണിപതിഹി നിരഗാത് ഉരഗൈഹി സമം. വാരിധി മധ്യകം രമണകം വ്രജ, സമുദ്രമധ്യത്തിലുള്ള രമണകം എന്ന ദ്വീപിലേക്ക് പോവുക. ഫണിരിപുഹു വിരോധിതാം ന കരോതി, സർപ്പവൈരിയായ ഗരുഡൻ വിരോധത്തെ ചെയ്യുകയില്ല. ഇതി ഭവത് വചനാനി അതിമാനയൻ, ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്കുകളെ അതിമാനയൻ ആദരിച്ചുകൊണ്ട്, തലകുനിച്ച് ആദരിച്ചുകൊണ്ട് ഫണിപതിഹി ഉരഗൈഹി സമം നിരകാത്, കാളിയൻ പാമ്പുകളോടൊപ്പം അവിടെ നിന്ന് പോയി. അപ്പോൾ കാളിയൻ നമസ്കരിച്ചതിന് ശേഷം ഭഗവാൻ പറഞ്ഞു, സമുദ്രമധ്യത്തിലുള്ള രമണകം എന്ന ദ്വീപിലേക്ക് പോകുക, ഗരുഡൻ ഇനി ഉപദ്രവിക്കുകയില്ല. അങ്ങനെ ഭഗവാന്റെ വാക്കുകളെ തലകുനിച്ച് സ്വീകരിച്ച് ആദരിച്ചുകൊണ്ട് കാളിയൻ മറ്റു നാഗങ്ങളോടൊപ്പം അവിടെ നിന്ന് പോയി. ഇനി 7ാമത്തെ ശ്ലോകം. ഫണിവധൂജനദത്തമണിവ്രജ ജ്വലിതഹാരദുകൂലവിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗതാ സ്വജനർദിവസാവധൗ. പദമുറിച്ച് പറയാം. ഫണിവധൂജന ദത്ത മണിവ്രജ ജ്വലിത ഹാര ദുകൂല വിഭൂഷിത തടഗതൈഃ പ്രമദ അശ്രു വിമിശ്രിതൈഃ സമഗതാഃ സ്വജനൈഃ ദിവസ അവധൗ. അങ്ങനെ കാളിയൻ മറ്റു നാഗങ്ങളോടൊപ്പം അവിടെ നിന്ന് പോയപ്പോൾ ഭഗവാൻ നാഗപത്നികൾ ഭക്തിപൂർവം സമ്മാനിച്ച ആ രത്നങ്ങൾ, അതുപോലെ മുത്തുമാലകൾ, പട്ടുകൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ട് സന്ധ്യയാകാറായപ്പോൾ ആ കാളിന്തി തീരത്തിൽ കാത്തു നിൽക്കുന്നവരും ആനന്ദം കൊണ്ടുള്ള കണ്ണുനീരിൽ ആറാടിയവരുമായ സ്വന്തം ജനങ്ങളുടെ അടുത്തെത്തി. ഇനി 8ാമത്തെ ശ്ലോകം. നിശി പുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമ ഏവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധ സമന്തത. പദമുറിച്ച് പറയാം. നിശി പുനഃ തമസ വ്രജമന്ദിരം വ്രജിതും അക്ഷമ ഏവ ജനോത്കരേ സ്വപതി തത്ര ഭവത് ചരണ ആശ്രയേ ദവകൃശാനുഃ അരുന്ധ സമന്തതഃ. പുനഃ പിന്നീട് നിശി ജനോത്കരേ രാത്രിയിൽ ജനോത്കരേ ഗോപന്മാരുടെ കൂട്ടം തമസ ഇരുട്ടുകൊണ്ട് വ്രജമന്ദിരം വ്രജിതും അക്ഷമ ഏവ വ്രജമന്ദിരത്തിലേക്ക് എന്ന് പറയുമ്പോൾ അമ്പാടിയിലേക്ക് പോകാൻ തീരെ
കഴിവില്ലാതെ അമ്പാടിയിലേക്ക്, ആ രാത്രി ആയതുകൊണ്ട് അമ്പാടിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ ഭവത് ചരണ ആശ്രയെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചിട്ട് തത്ര സ്വപതി, ആ കാളിന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ ദവകൃശാനുഹു, കാട്ടുതീയെ സമന്തത, ചുറ്റും അരുന്ധ, പടർന്നു പിടിച്ചു. അപ്പം അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് രാത്രിയായി. അതുകൊണ്ട് ഇരുട്ടുകൊണ്ട് അമ്പാടിയിലേക്ക് അന്ന് തിരിച്ചു പോകാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് രാത്രി എല്ലാവരും ഭഗവാന്റെ തൃപ്പാദങ്ങളെ തന്നെ ആശ്രയിച്ചുകൊണ്ട് കാളിന്തിയുടെ തീരത്ത് തന്നെ കിടന്നുറങ്ങി. ആ സമയത്ത് പെട്ടെന്ന് ചുറ്റും ഒരു കാട്ടുതീ അങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. പ്രബുധിദാനധ പാലയ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപബാധമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. പദമുറിച്ച് പറയാം. പ്രബുധിതാൻ അഥ പാലയ പാലയ ഇതി ഉദയദാർത്തരവാൻ പശുപാലകാൻ അവിതും ആശു പബാധ മഹാനലം കിം ഇഹ ചിത്രം അയം ഖലു തേ മുഖം. അഥ അപ്പോൾ, പ്രബുധിതാൻ പാലയ പാലയ ഇതി പെട്ടെന്നുണർന്നിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ ഇതി എന്ന് ഉദയദാർത്തരവാൻ പശുപാലകാൻ ഉറക്കെ നിലവിളിക്കുന്ന ആ ഗോപന്മാരെ ആശു പെട്ടെന്ന് അവിതും രക്ഷിക്കുവാൻ അധ മഹാനലം പബാധ ആ സമയത്ത് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ആ കാട്ടുതീയെ ഭഗവാൻ കുടിച്ചു. ഇഹ കിം ചിത്രം, ഇവിടെ എന്താണ് അത്ഭുതം. അയം തേ മുഖം ഖലു, ആ അഗ്നി അവിടുത്തെ മുഖം തന്നെയാണല്ലോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ആ ഗോപന്മാർ ആ കാട്ടുതീ കണ്ടിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അത് കണ്ടിട്ട് ആ കാട്ടുതീ കുടിച്ചു വറ്റിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, ഇഹ ചിത്രം കിം അയം തേ മുഖം ഖലു. എൻ്റെ ഗുരുവായൂരപ്പ, ഇവിടെ ഇപ്പോൾ എന്താ അത്ര അത്ഭുതപ്പെടാനുള്ളത്? അഗ്നി എന്നത് അങ്ങയുടെ മുഖം തന്നെയല്ലേ. അഗ്നിസ്വരൂപമായ ഭഗവാന്റെ മുഖത്ത് പൊള്ളലേൽപ്പിക്കുവാൻ അഗ്നിക്ക് സാധിക്കില്ല. മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച പ്രാണാദ്വായുരജായത. പുരുഷസൂക്തം. ഇനി 10ാമത്തെ ശ്ലോകം. ശിഖിനിവർണദ ഏവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതി നുദഃ പശുഭൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹ മേ ഗദാൻ. പദമുറിച്ച് പറയാം. ശിഖിനി വർണത ഏവ ഹി പീതത പരിലസതി അധുനാ ക്രിയയാ അപി അസൗ ഇതി നുദഃ പശുഭൈഃ മുദിതൈഃ വിഭോ ഹര ഹരേ ദുരിതൈഃ സഹ മേ ഗദാൻ. ശിഖിനി അഗ്നിയിൽ വർണ്ണത ഏവ നിറം കൊണ്ട് മാത്രമുള്ള, നിറം കൊണ്ട് തന്നെ പീതദാഹി പീതത മഞ്ഞ നിറത്തോട് കൂടിയത് ഹി എന്ന് പ്രസിദ്ധമാണല്ലോ. അപ്പോൾ അഗ്നിക്ക് ആ നിറം കൊണ്ട് മാത്രമാണ് മഞ്ഞ നിറത്തോട് കൂടിയത് എന്ന അവസ്ഥ. അഗ്നിക്ക് അഗ്നിയുടെ നിറം കൊണ്ട് മാത്രമാണ് പീതത എന്ന അവസ്ഥ എന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. അധുന ക്രിയയ അപി ഇപ്പോൾ ക്രിയനിമിത്തമായിട്ടും അസൗ പരിലസതി ഇത് ശോഭിക്കുന്നു. ഇതി മുദിതൈഹി പശുഭൈഹി നുദഃ എന്നിങ്ങനെ സന്തുഷ്ടരായ ഗോപന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ അവിടുന്ന് ഹരേ ഹരേ ഗുരുവായൂരപ്പ മേ ഗദാൻ ദുരിതൈഹി സഹ ഹര, എൻ്റെ രോഗങ്ങളെ പാപങ്ങളോട് കൂടിയിട്ട് നശിപ്പിക്കണേ.
ഇവിടെ അഗ്നിയെ പീതം എന്ന് പറയാറുള്ളത് മഞ്ഞ നിറമുള്ളത് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഭഗവാൻ അഗ്നിയെ പാനം ചെയ്തപ്പോൾ പീതം, പാനം ചെയ്യപ്പെട്ടത്, പീതം എന്ന് പറഞ്ഞാൽ പാനം ചെയ്യപ്പെട്ടത് എന്ന വാക്ക് അന്വർത്ഥമായി. അപ്പോൾ ഭഗവാന്റെ അഗ്നിപാനത്തിന് ശേഷം പീതം എന്ന ശബ്ദം അഗ്നി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ യോഗ്യമായിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ എൻ്റെ രോഗങ്ങളെ പാപങ്ങളോടുകൂടി നശിപ്പിക്കണേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ അല്ലേ. അപ്പോൾ ഔഷധം രോഗത്തെ മാത്രമാണ് ഇല്ലാതാക്കുന്നത്, അതിന് കാരണമായ പൂർവജന്മകൃതമായ പാപങ്ങളെ ആ ഔഷധം ഇല്ലാതാക്കുന്നില്ല. അതുകൊണ്ട് ദുരിതൈഹി സഹ മേ ഗതാൻ ഹര, പാപങ്ങളോട് കൂടിയിട്ട് എൻ്റെ രോഗത്തെ ആ പാപങ്ങളോട് കൂടി തന്നെ മാറ്റിത്തരണേ. അപ്പോൾ എൻ്റെ രോഗം മാറ്റുമ്പോൾ പാപങ്ങളെ കൂടെ മാറ്റിത്തരണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയോട് കൂടിയിട്ട് 56-ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.